ഉദ്യോഗവർണ്ണനം. ഓം നമോ ഭഗവതേ വാസുദേവായ. കൊച്ചുമക്കളെ, മുത്തശ്ശി കഥ പറയുന്നത് കേൾക്കണ്ടേ? ഇവിടെ വന്നിരുന്നോളൂ. നന്ദനും വൃഷഭാനുവും ആരാണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അവരെ പറ്റി കുറച്ച് പറഞ്ഞു തരാം. നന്ദൻ, ഉപനന്ദൻ, ഭവനൻ, ശ്രീരാമൻ, സുബലൻ, അർജുനൻ, സ്തോകൻ, കൃഷ്ണൻ, അംശുമാൻ, ഇങ്ങനെ 9 പേരാണ് നന്ദനും സഖാക്കളും കൂടി ഉള്ളത്. അതുപോലെ വിശാലൻ, അർഷഭൻ, തേജസ്വി, ദേവപ്രസ്തർ, വരൂധവൻ, വൃഷഭാനു, ഇങ്ങനെ ഇവർ 6 പേരാണ് ഉള്ളത്. ഇതിൽ നന്ദന്റെ ആളുകളുടെ കൂട്ടത്തിൽ നന്ദൻ മുഖ്യനാണ്. വൃഷഭാനുവിന്റെ ആളുകളുടെ കൂട്ടത്തിൽ വൃഷഭാനു മുഖ്യനാണ്. ഇവരുടെയെല്ലാം ജോലി എന്താണെന്നറിയണ്ടേ? ഗോക്കളെ, അതായത് പശുക്കളെ വളർത്തലാണ് ഇവരുടെ ജോലി. അപ്പോൾ ബ്രഹ്മാവ് ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചു: നന്ദന്റെയും വൃഷഭാനുവിന്റെയും പദവികൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താണെന്നറിയണ്ടേ? ഇവർ എല്ലായ്പ്പോഴും ഗോക്കളെ മേച്ചു നടക്കുന്നവർ ആണല്ലോ. അതുകൊണ്ട് ഇവരെ ഗോപാലകർ എന്നാണ് വിളിക്കുക. 9 ലക്ഷം, അതായത് 9 ലക്ഷം ഗോക്കൾ ഉള്ളവരെ നന്ദൻ എന്ന് വിളിക്കും. 1 കോടി ഗോക്കളുണ്ടെങ്കിൽ നന്ദരാജൻ എന്ന് വിളിക്കും. 1/2 കോടി ഗോക്കളുണ്ടെങ്കിൽ അവരെ വൃഷഭാനു എന്ന് വിളിക്കും. അങ്ങനെയുള്ളവരാണ് സുചന്ദ്രനും ദ്രോണനും, അതായത് നന്ദനും വൃഷഭാനുവും. ഗോകുലമാകട്ടെ ബർസാനയാകട്ടെ മൊത്തത്തിൽ പറയുന്നത് വ്രജഭൂമി എന്നാണ്, അതായത് യദുവംശം. അവിടെ അതിസുന്ദരികളായ ശതയൂഥം ഗോപികജനങ്ങളും ഉണ്ടാകും എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവിന് ഒരു സംശയം. ഈ യൂഥം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: 10 കോടിക്ക് 1 അർബുദം, അങ്ങനെ 10 അർബുദം കൂടിയാൽ 1 യൂഥം എന്നാണ് മുനിമാരെല്ലാം പറയുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. ഗോലോകവാസികളായ എല്ലാ ഗോപന്മാരും ഗോപികമാരും, പിന്നെ ശ്രുതിരൂപർ, ഋഷിരൂപർ, മൈഥിലർ, കോസലാദികൾ, അയോധ്യാവാസികൾ, യജ്ഞസീതയുടെ ആളുകൾ, മുൻ യുഗത്തിൽ ഞാൻ ആർക്കൊക്കെ വരം കൊടുത്തുവോ അവരെല്ലാം ഗോപീയൂഥങ്ങളായി വ്രജത്തിൽ ജനിക്കും എന്ന് ഭഗവാൻ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ ബ്രഹ്മാവ് സംശയം ചോദിച്ചു. എത്രയോ വർഷങ്ങൾ തപസ്സും യജ്ഞവും ചെയ്ത യോഗികൾക്ക് പോലും ഭഗവാന്റെ തൃപ്പാദങ്ങൾ ദർശിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ ഇവർക്കെല്ലാം വ്രജത്തിൽ വരാൻ എങ്ങനെ സാധിച്ചു? അതിനുവേണ്ടി എന്തു പുണ്യമാണിവർ ചെയ്തത്? എന്തു വരമാണിവർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു തരണം എന്ന്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: ശ്വേതദ്വീപത്തിൽ ശ്രുതികൾ നാരായണനെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ പ്രസാദിച്ച് വരം കൊടുത്താൽ പിന്നെ എന്താണ് സാധിക്കാത്തത്? അപ്പോൾ ശ്രുതികൾ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: പൂർവികർ ഭഗവാന്റെ രൂപത്തെപ്പറ്റി വർണ്ണിച്ചു കേട്ടിട്ടുണ്ട്. ആ രൂപമൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കനിവുണ്ടാകണം എന്ന്. ഒരിക്കലും നാശമില്ലാത്തതായ ഗോലോകം, അതായത് വൈകുണ്ഠം, ഭഗവാൻ ശ്രുതികൾക്ക് കാണിച്ചു കൊടുത്തു. അവിടെ വൃന്ദാവനമുണ്ട്, മരങ്ങളും ചെടികളുമുണ്ട്, ഗോവർദ്ധന പർവ്വതമുണ്ട്, ഗുഹയുണ്ട്, കാളിന്തിയുണ്ട്, രാസലീല ആടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്, ഗോപന്മാരുണ്ട്. അതിൻ്റെ മധ്യത്തിലായി ബാലഗോപാലനായ അച്യുതനും ഉണ്ട്. ഇതാണ് എൻ്റെ ലോകം, ഇതിൻ്റെ മേലെ വേറൊരു ലോകം ഇല്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ഇതെല്ലാം കണ്ടപ്പോൾ അതിയായ സന്തോഷത്തോടെ ശ്രുതികൾ ഇങ്ങനെ പറഞ്ഞു: കോടി സൂര്യപ്രഭയുള്ള ഭഗവാനെ, അങ്ങയെയും അങ്ങയുടെ ലോകത്തെയും കണ്ണുകൾ കൊണ്ട് മാത്രമല്ല മനസ്സാകുന്ന കണ്ണുകൊണ്ടും കണ്ടു. രാസനൃത്തമാടുന്ന ഗോപികമാരെ കണ്ടപ്പോൾ ഞങ്ങൾക്കും അതേമാതിരി സ്ത്രീകളാവണമെന്ന് ആഗ്രഹിച്ചു. സ്ത്രീകളായി വന്നാൽ ഗോപികമാരെ പോലെ രാസനൃത്തമാടാമെന്നും പിന്നെ ഭഗവാനെ അങ്ങയെ സ്നേഹിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്നും ആഗ്രഹിച്ചു.
ഇതു കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കേണ്ട. ത്രേതായുഗത്തിൽ ഞാൻ ഏകപത്നീവ്രതനായിരിക്കും. ദ്വാപരയുഗത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അഭീഷ്ടങ്ങൾ സാധിക്കും. ഞാൻ പറഞ്ഞാൽ അത് വെറുതെയാവില്ല എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. ഇനി അടുത്ത ദിവസം പറയാം മക്കളെ. സർവം കൃഷ്ണാർപ്പണമസ്തു.